നമസ്കാരം. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് പുറത്തുവിട്ട ഒരു ഉത്തരവിൽ CMRL കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ 1,72,00,000 രൂപ മാസപ്പടിയായി കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു വിവാദം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഇത് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 6 മാസത്തിന് ശേഷം മാത്രമാണ് ഇത്തരം ഒരു വിവാദം ഉയർന്നു വന്നതിന് ശേഷം മുഖ്യമന്ത്രി അതേക്കുറിച്ച് എന്തെങ്കിലും രണ്ടക്ഷരം നിയമസഭയിൽ എഴുതിയാണ് വായിച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ CMRL കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ മാസപ്പടിയായി വാങ്ങിയതിന് അത് മാസപ്പടിയല്ല, സേവന വേതന വ്യവസ്ഥയിലാണ് 1,72,00,000 രൂപ CMRL നിന്ന് കൈപ്പറ്റിയിട്ടുള്ളത്. അതിന് കൃത്യമായി തന്നെ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് നികുതി അടച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ 2 വരി എഴുതി വായിച്ചത്. എന്നാൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ മാത്യു കുഴൽനാടൻ ഉയർത്തിയ ആരോപണം വീണ വിജയൻ ഇത് എന്തിനു വാങ്ങി എന്നുള്ളതാണ്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് CMRL ഒരു തരത്തിലുമുള്ള സേവനങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതും പ്രസ്താവ്യമാണ്. അവർ എന്ത് സേവനമാണ് CMRL നൽകിയത്? ഇത്തരം ചോദ്യങ്ങൾ കൂടി മാത്യു കുഴൽനാടൻ സഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇന്നേ വരെയും അതിന് യാതൊരു തരത്തിലുള്ള മറുപടി നൽകിയിട്ടില്ല. എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ കമ്പ്യൂട്ടറുകളുടെ സോഫ്റ്റ്വെയറുകളുടെ നിർമ്മാണമാണ് എക്സാലോജിക്കിന് എന്നാണ് അവരുടെ കമ്പനി രേഖകളിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. പക്ഷേ CMRL എന്ന് പറഞ്ഞ കരിമണൽ ഖനന കമ്പനിക്ക് ഏത് തരത്തിലാണ് ഈ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറുകളുടെ ആവശ്യം എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ എടുത്തു ചോദിച്ചത്. അത് കൃത്യമായ രീതിയിൽ തന്നെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ കമ്പനിയിൽ നിന്നും മാസപ്പടി തന്നെയാണ് കൈപ്പറ്റിയിരിക്കുന്നത് എന്നാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത്. എന്നാൽ ഈ കേസ് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലുണ്ടായിരുന്നതിനാൽ ഇത് കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കേരളത്തിൽ ഇന്നും ഉയർന്നു കേൾക്കുന്ന ആക്ഷേപങ്ങൾ. എന്നാൽ ഈ കേസിന്റെ ത്വരിതഗതിയിലുള്ള അന്വേഷണത്തിന് വേണ്ടി PC ജോർജിന്റെ മകനായ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ പുതിയ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസിക്കും സംസ്ഥാന സർക്കാരിനും ഹൈക്കോടതി ഇപ്പോൾ ഈ ഹർജിയിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതായത് തേഞ്ഞുമാഞ്ഞു പോയി എന്ന് ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയാവും എന്ന് ധരിച്ച മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇടപെടുന്നു. ഫലത്തിൽ ഹൈക്കോടതി കേന്ദ്രത്തിനയച്ച ഈ നോട്ടീസിന്റെ പരിണിത ഫലം കേന്ദ്ര അന്വേഷണ ഏജൻസി മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ ഇത്തരം കാര്യങ്ങളിൽ വീണ വിജയനെയും ബന്ധപ്പെട്ട ആളുകളെയും CMRL കമ്പനിയുടെ ഉടമകളെയും എല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. പ്രധാനമായും 5 വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം മുന്നോട്ട് വരുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു അന്വേഷണത്തിന് വേണ്ടി തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തുന്നത് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. CMRL നൽകിയ 135 കോടി രൂപ ഇത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകൾ 100% ആദായ നികുതി ഇളവ് നൽകുന്ന 80GGB വകുപ്പ് പ്രകാരം അല്ലാതെ എന്തുകൊണ്ടാണ് ഈ തുക നൽകുന്നത്? 3, രാഷ്ട്രീയ നേതാക്കൾക്ക് നേരിട്ട് എന്തുകൊണ്ടാണ് ഈ തുക നൽകിയത്? 4, 2016 മാർച്ച് 31-ന് 772.44 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിരുന്നതായി കാണിക്കുന്ന CMRL കമ്പനി 2023 മാർച്ച് 31-ന് 736.82 ലക്ഷം കോടി രൂപയുടെ നേട്ടം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? 4, കേന്ദ്ര സർക്കാർ 2019-ൽ സ്വകാര്യ മേഖലയിൽ ഖനനം പാടില്ല എന്ന് നിരോധിച്ചിരുന്ന അതിനുശേഷവും CMRL ഇത്രയധികം കരിമണൽ എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ്. ഇത്തരം 5 ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇത്തരം ചോദ്യങ്ങളെല്ലാം വേണ്ടപ്പെട്ട കക്ഷികളുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കും. ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അവർ സ്വരൂപിച്ചിരിക്കും. ഏത് വഴികളിലൂടെയാണ് ഇത്തരം പണങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്ക് എത്തിയത്? 100% ഇളവ് നൽകുന്ന 80GGB നിയമത്തിന്റെ ലംഘനങ്ങൾ നടന്നിട്ടുണ്ട്. തീർച്ചയായും എന്തുകൊണ്ടാണ്? എന്താണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരിട്ട് ഇത്രയും വലിയ തുകകൾ കൈമാറിയത്? എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടും കരിമണൽ ഖനനം നിരോധിച്ചിട്ടും പിന്നെ എങ്ങനെയാണ് CMRL-ന് ഇത്രയും അധികം കരിമണൽ എവിടെ നിന്ന് കിട്ടി? ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ കേരളത്തിലെ ബന്ധപ്പെട്ട രാഷ്ട്രീയ സംഘടനകളും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും അടക്കമുള്ള വീണ വിജയനും അടക്കമുള്ള ആളുകൾ ഇതിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകേണ്ടതായി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ
സ്വീകാര്യമായ അല്ലെങ്കിൽ ബോധ്യമായ ഉത്തരങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്വേഷണം പുരോഗമിക്കുന്നതും തുടർന്ന് അത് തുടർ നടപടികളിലേക്ക് നീങ്ങുന്നതായിരിക്കും. വീണ വിജയൻ ഉൾപ്പെടെയുള്ള ഇതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന ആളുകൾ തീർച്ചയായും നിയമപ്രകാരമുള്ള ശിക്ഷകൾ അവർ ഏറ്റെടുക്കേണ്ടതായി വരും, ജയിലിൽ പോകേണ്ടതായി വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ നിന്നുള്ള നോട്ടീസ് തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. അതായത് കമ്പനികാര്യ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നോട്ടീസാണ് ഇതുവഴി എല്ലാ ആളുകൾക്കും അയച്ചിരിക്കുന്നത്. കേന്ദ്രത്തിനും കേരള സംസ്ഥാനത്തിനും ഇത് തന്നെയാണ് അയച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട കക്ഷികൾക്കെല്ലാം ഇങ്ങനെയാണ് അന്വേഷിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള ഈ കേസിൽ SFIയുടെ കൃത്യമായ രീതിയിലുള്ള മേൽനോട്ടവും അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരുന്നത്. PC ജോർജിന്റെ മകനായ ഷോൺ ജോർജ് അരയും തലയും മുറുക്കി ഈ വിഷയത്തിൽ, മാസപ്പടി വിഷയത്തിൽ രംഗത്ത് വരുമ്പോൾ കൃത്യമായും വീണ വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. ഇതിൽ എന്തായാലും സുതാര്യമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ഈ ഇടപാടിൽ അനധികൃതമായി പണം പറ്റിയ രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും അകത്തു പോകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.